ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ ഇന്നൊരു റംസാൻ പ്ലാനറായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ആക്ച്വലി കുറച്ച് അയക്കുന്നു. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ എനിക്ക് നല്ല പനി, ജലദോഷം എക്സെട്ര ഒക്കെ ആയിട്ട് ഞാൻ നല്ല കിടപ്പിലായിരുന്നു. എനിക്ക് ബെഡിൽ നിന്ന് ഇങ്ങോട്ട് തല പൊന്തലുണ്ടായിരുന്നില്ല. ഞാൻ ഒരു ആഴ്ച ഒക്കെ അയക്കുന്ന ആക്ച്വലി വീഡിയോ ഇട്ടിട്ടും. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചൊന്ന് 3 വീഡിയോ അടുപ്പിച്ച് അങ്ങോട്ട് ഇടാൻ. കാരണം അല്ലാണ്ട് എനിക്ക് വേറെ വഴിയില്ല. ഇനിയും ഇത് ലാഗായി കഴിഞ്ഞാൽ ഞാൻ ഇട്ടിട്ട് ആർക്കും അങ്ങനെ ഒരു യൂസ്ഫുൾ ആവില്ലല്ലോ. നമ്മളൊരു വീഡിയോ ഇട്ടിട്ട്, അതായത് പ്ലാനറൊക്കെ എസ്പെഷ്യലി ഇടുന്നത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണല്ലോ. അപ്പം ആർക്കും യൂസ്ഫുൾ പോവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇന്നെന്തായാലും വേണ്ടില്ല 3 വീഡിയോ അടുപ്പിച്ചിടാം എന്നുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ ഞാനിതാ പ്ലാനർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എന്താ പറയുക, റംസാൻ ഡെക്കറേഷനും അതേപോലെ നമ്മുടെ ഈ ക്രിസൻറ്റ് മൂണുണ്ടല്ലോ അതിൻ്റെ ഒരു വീഡിയോ, ഒരു ഫോട്ടോയും അതേപോലെ ഖുറാൻ്റെ ഒരു ഫോട്ടോയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഈ പേജിൽ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു രസമാണല്ലോ അത് കരുതിയിട്ട് ഞാനിത് ആക്ച്വലി എൻ്റെ വിഷൻ ബോർഡിന് വേണ്ടിയിട്ട് എടുത്ത പ്രിൻ്റ് ആയിരുന്നു. അതിൻ്റെ ബാക്കി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഇതിൽ പ്ലാനറിൽ ഒട്ടിക്കുക, എന്നിട്ട് പ്ലാനർ കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാലോ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സ്റ്റിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഈ പേജിൽ ജസ്റ്റ് ഒന്ന് റംസാൻ കരീം എന്നൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് കണ്ടിട്ട്, ഇത് സ്റ്റേഷനറി ഹോളൊക്കെ കണ്ട ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ നല്ല ഇഷ്ടമായിട്ട് ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയതേനു. കളേഴ്സൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് വെച്ചിട്ട് എനിക്ക് എഴുതാൻ നല്ല പാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേറെ വഴിയില്ലല്ലോ ഓക്കെ എന്ന് കരുതിയിട്ട് എഴുതിയതാണ്. കാരണം എൻ്റെ മറ്റേ സ്കെച്ച് കാണാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ പേജിൽ ഞാൻ കാര്യമായിട്ട് കൊത്തുപണികളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റമദാൻ കരീം എന്ന്. എന്നിട്ട് പിന്നെ ഞാനിതാ നെക്സ്റ്റ് പേജിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ പേജിലാണെങ്കിൽ ജസ്റ്റ് ബിസ്മിയൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തൊണ്ടൊക്കെ ഇങ്ങനെ ഇടറിപ്പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് എൻ്റെ പനിയൊന്നും അങ്ങനെ കാര്യമായിട്ട് മാറിയിട്ടൊന്നുമില്ല. പക്ഷേ ഒരു പകുതിയോളം മാറിയിട്ടുണ്ട്, എന്നാൽ ഇനി പകുതിയോളം മാറാനുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട്. പക്ഷേ ഇനി എനിക്ക് വീഡിയോ ലാഗാക്കാൻ വയ്യല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും ഓക്കെ എന്നിട്ട് ഞാൻ തുടങ്ങുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നെക്സ്റ്റ് പേജിൽ സലാഡ് ട്രാക്കറാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ സാധാരണ യൂഷ്വലി എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സ്കെച്ച് ഉണ്ടല്ലോ, അതിൻ്റെ ഇല്ലാഞ്ഞിട്ട് എനിക്കിത് വെച്ചിട്ട് എനിക്ക് എഴുതാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലേനു കരുതിയിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിൽ എൻ്റെ മോൻ എവിടെയോ ഒന്ന് കൊണ്ടുപോയിട്ട് എനിക്കാണെങ്കിൽ പിന്നെ ആ ടൈമിൽ എന്തോ തിരയാൻ എന്തോ കയ്യായ്മേ മടിയോ അങ്ങനെ എന്തോ ആയിട്ട് ഞാൻ എന്തായാലും നിന്നിട്ടില്ല. തിരഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ പേജിലാണെങ്കിൽ ഞാൻ തഹജ്ജുദും അതേപോലെ ഫജ്ർ, ലോഹർ, അസർ, ഇശാ പിന്നെ തറാവിയും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ട്രാക്ക് ചെയ്ത് വെക്കാം എന്ന് കരുതിയിട്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ട്രാക്ക് ചെയ്യുമ്പം ആ ഒരു ഇൻട്രസ്റ്റ് കാരണം നമുക്ക് ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ ഈ പേജിൽ ഞാൻ എന്താ പറയുക കുറച്ച് ഫോട്ടോസും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ. ഞാൻ പറയില്ല നേരത്തെ ഞാൻ പ്രിൻ്റ് എടുത്ത ഫോട്ടോസ് ആയിരുന്നു, അതിൽ ബാക്കി ഉണ്ടായപ്പോൾ ഞാൻ ഇതിൽ സ്റ്റിക്ക് ചെയ്യുന്നുള്ളൂ. നിങ്ങളതിൽ ഇങ്ങനെ ഫോട്ടോസൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യേണ്ടതൊന്നും ഒരു ആവശ്യമില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ സ്റ്റിക്ക് ചെയ്തെന്നുള്ളൂ. ഈ പേജ് വന്നിട്ട് ഫാസ്റ്റിംഗ് ട്രാക്കറാണ് കേട്ടോ. അതായത് നമുക്ക് ഓൾറെഡി വിമൻസൊക്കെ ആകുമ്പം നമുക്ക് പീരീഡ്സും കാര്യങ്ങളൊക്കെ വരുമ്പം എന്തായാലും നോമ്പ് പോകും. അപ്പം എല്ലാണ്ടേ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകില്ലെന്നൊന്നും പറയാൻ പറ്റില്ല, ഒക്കെ പഠിച്ചവൻ്റെ കയ്യിലാണല്ലോ. അപ്പം അതൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്ത് വെക്കുക എന്ന് കരുതിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രാക്കർ സെറ്റ് ചെയ്തതാണ് കേട്ടോ ഇത്.
അങ്ങനെ അതിൻ്റെ അടിയിൽ ഞാൻ ജസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 ലൈന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ സ്വതക്ക എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറിയൊരു ഏരിയ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ഡെയിലി അതുക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു പേജാണ് കേട്ടോ ഇത് വന്നിട്ട്. അതായത് നമ്മുടെ ഡെയിലി നിങ്ങൾ ഏതൊക്കെ അതുക്കാറാണോ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത് അതൊക്കെ ചെയ്യുക. ഞാനിവിടെ കുറച്ചെണ്ണം കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ റമദാനൊക്കെ അല്ലേ, നിങ്ങൾ മാക്സിമം അതുക്കാറും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. കാരണം ഈ ഒരു മാസം അത്രയും എന്താ പറയുക, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മന്താണല്ലോ. സോ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ ദുആയും കാര്യങ്ങളും അതേപോലെ അതുക്കാറ് എന്തൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങളുടെ പ്ലാനറിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഞാൻ ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ പ്ലാനറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തോട്ടോ. അങ്ങനെ ഇതിൽ ഞാൻ 10 ദിവസത്തെ എന്തോ ട്രാക്കറെ ഞാൻ ഇതിൽ ട്രാക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഓരോ ദിവസത്തിനും ഓരോ കളേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിലും ഞാൻ ജസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു 3-4 ലൈന് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ടാവുകയാണെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് പേജ് വന്നിട്ട് ഖുറാനിന് വേണ്ടിയിട്ട് ഒരു പേജാണ്. അതും ഇതേപോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ ഏതൊക്കെ ജ്യൂസ് ഏതൊക്കെ സൂറത്ത് ഓതിക്ക് എങ്ങനെയൊക്കെ അതൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഈ ഒരു പേജ് ഞാനിപ്പോൾ റമദാൻ ആയിട്ടല്ല കേട്ടോ, അല്ലെങ്കിലും ഞാൻ ഇതിന് മുന്നേ ഷഹബാൻ്റെ ഒക്കെ ഒരു എന്താ പറയുക പ്ലാനറൊക്കെ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യലുണ്ട് ഖുറാനായിട്ടൊരു പേജ്. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ എനിക്ക്. ഏതൊക്കെ എങ്ങനെയൊക്കെ ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്, ഓതുന്നുണ്ടോ മെച്ചമുണ്ടോ എന്നൊക്കെ നോക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ പേജ് ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ താരിഖ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരാഴ്ച എന്നൊക്കെ കരുതിയിട്ടാണ് കൊടുക്കുന്നത്. ഇത് അല്ലാണ്ട് ഞാൻ വേറൊരു ബുക്കിൽ ഞാൻ താരിഖായിട്ട് ചെയ്യലുണ്ട്. പിന്നെ ഖുറാൻ ജേർണലിങ് ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും ഒരു ചെറിയൊരു ഏരിയ കൊടുക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ഖുറാൻ ജേർണലിങ് ഇതിലല്ല ചെയ്യൽ. ഞാൻ ചെയ്യുന്ന കാര്യം ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക എന്ന് കരുതിയിട്ടാണ്. ജേർണലിങ്ങിനായിട്ട് ഞാൻ വേറെ തന്നെ ബുക്കുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നൊരു ഖുറാൻ ജേർണലിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു പേജ് വന്നിട്ട് 20 മിനിറ്റ് ചാലഞ്ച്, അതായത് എല്ലാ ദിവസവും രാവിലെയോ അല്ലെങ്കിൽ ഈവനിങ്ങോ ഒരു 20 മിനിറ്റ് ഇസ്ലാമിക് മാറ്റേഴ്സോ അതായത് എന്തെങ്കിലും ഒരു നല്ലൊരു മാറ്റേഴ്സ് കാര്യങ്ങൾ ഇരുന്ന് നോക്കി പഠിക്കുക എന്ന ഒരു ചാലഞ്ച് ആണ് ഞാൻ അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ പേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ മീൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാനൊരു പേജ് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അത്താഴത്തിന് എന്താണ്, അതേപോലെ നമ്മൾ നോമ്പുറക്കാനും ഒക്കെ എന്തൊക്കെ എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേജ് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ റമദാൻ പ്ലാനർ. നിങ്ങൾക്ക് പേജും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. ആൻഡ് എന്താ പറയുക, ഈ ഒരു പ്ലാനറിൽ നിങ്ങൾക്ക് നിങ്ങളേതായ ഐഡിയാസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക. കുറേ ദുആസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.